എന്നതായി ചേച്ചി കപ്പ ഞാൻ നിൽക്കൊണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, മഴ പെയ്ത് അതിൻ്റെ മൂടൊക്കെ ഇളകിക്കുക, അതേ പിടിച്ച് ഇളക്കണ്ട. എന്താ കാര്യം? കപ്പയ്ക്ക് കിഴങ്ങുണ്ടോന്ന് നോക്കുമായിരുന്നു. കപ്പയ്ക്ക് കിഴങ്ങല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? വേറെ ഒന്നും ഉണ്ടാകുകയല്ല. കിഴങ്ങ് ചോട്ടിലായോ എടുക്കാറായോ എന്നൊക്കെ ഒന്ന് നോക്കുക. അത് ശരി, എടുക്കാനാകുമ്പോൾ ഞാൻ പറയാം. ഇപ്പോഴേ നോക്കണ്ട കേട്ടോ. അത് ശരി. അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെയായി? ഓണമൊക്കെ തന്നെയാണ്. മക്കളൊക്കെ വന്നോ? മക്കളെ ഒറ്റ എണ്ണം വന്നില്ല. വന്നില്ലേ? ഇല്ല. അതെന്താ? അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നോക്കി ഇരുന്നിരുന്നു മടുത്തു. എന്നിട്ട് എന്നാ കാര്യം, അവരാരും വന്നില്ല. അതുകൊണ്ട് ഓണം ഇങ്ങനെ വഴിക്കണ്ടും നട്ടിരുന്നു. എന്നിട്ട് ഓണം ആഘോഷിച്ചില്ല? അതിനെ ആഘോഷിക്കാൻ ഞങ്ങൾ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആഘോഷമൊന്നും നടന്നില്ല. നല്ല മക്കളാണല്ലോ. നല്ല മക്കളാന്ന് തോന്നുന്നു. മക്കൾക്കൊക്കെ പൈസയൊക്കെ ആയപ്പോഴത്തേന് ശാലും അഹങ്കാരം മൂത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഓണത്തിനും വിഷുവിനും ഒക്കെ എല്ലാരും വരുമായിരുന്നു. ഇപ്പൊ വരുന്നില്ലല്ലേ? അവര് ഭയങ്കര നിലയിലെത്തിയില്ലേ? എല്ലാവരുടെയും ഒരു സ്വഭാവമല്ലേ അങ്ങനെ. അതെ. അപ്പൊ എന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്യാ? ചേട്ടനെയും കണ്ടില്ലല്ലോ ഇവിടെ എങ്ങും ഇന്നലെ. ചേട്ടൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ചേട്ടൻ മക്കളുടെ അടുത്തേക്ക് പോയോ? മക്കളുടെ അടുത്തേക്ക് പോയതല്ല, ചേട്ടൻ കുറച്ച് പൈസയൊക്കെ സൂക്ഷിക്കുന്ന ആളാ. ആണോ? അത് ശരി. കാരണം പൈസ കൊണ്ട് അക്കൗണ്ടിലിടാനായിട്ട് പോയിരിക്കുകയാണ്. അക്കൗണ്ടിലിടാനോ? അപ്പൊ ഓണം ആയിക്കൊണ്ട് ബാങ്ക് അവധിയല്ലേ ചേച്ചി? പിന്നെങ്ങനെ? ഓണം ആയിക്കൊണ്ട് ബാങ്ക് അവധിയാണ്. ഇത് രാപകലൊന്നുപോലെ അവധി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതെന്നാ സ്ഥാപനമാണ്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടില്ലേ? ഓണം ആയിക്കൊണ്ട് 2-3 ദിവസം എല്ലാ ബാങ്കുകളും അവധിയാ. പിന്നെ ചേട്ടൻ ഈ ബാങ്ക് അക്കൗണ്ടിൽ ഇടാൻ പോയത്? ബാർ ബാങ്ക്. ബാർ ബാങ്കോ? അത് കേട്ടിട്ട്. ബാർ ബാങ്ക് അത് കൊള്ളാലോ. അങ്ങനെ കേട്ടിട്ടില്ല. ബാർ ബാങ്ക് എന്നൊരു ബാങ്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. ചേച്ചി പറഞ്ഞപ്പോ കേട്ടു. കേട്ടു. അവിടാണ് പുള്ളിയുടെ പൈസ ഒക്കെ സമ്പാദ്യം. അതിന് പോയതായിരുന്നു. അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയും. അത് എത്ര വർഷത്തേനായിരിക്കും. അത് എടുക്കാൻ പറ്റില്ല. അതെടുക്കാൻ പറ്റുകയില്ല. അത് കൊള്ളാം. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേന് കാണുകയില്ല. അത് നല്ല പുള്ളി നല്ല ഭാവിയിലേക്കൊക്കെ കരുതലുള്ള ആളാട്ടോ. അതെ. അത് നന്നായി. അപ്പോൾ ഓണം ചേട്ടൻ ബാർ ബാങ്കിൽ ആഘോഷിച്ചു അല്ലേ? ചേച്ചി വീട്ടിൽ കുത്തിയിരുന്ന് ആഘോഷിച്ചു അല്ലേ? ഞാൻ വീട്ടിൽ കുത്തിയിരുന്നു മക്കളെ കാര്യം ഓർത്തുള്ള പ്രതീക്ഷയില്. എൻ്റെ പൊന്നി ചേച്ചി, ഈ മക്കളെ ഓർത്തൊന്നും ആരും ഇരുന്നുകൂടാ ഇപ്പം. അതറിയാമോ? കണ്ടും മാമ്പൂ കണ്ടും സന്തോഷിക്കല്ലെന്ന് പറയുന്നത് സത്യമാണ്. ഈ ഓണത്തോടു കൂടി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡിത്തം എന്താണെന്നറിയോ? മക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. മക്കളെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അല്ലേ, കൂടപ്പുറത്തുകൾക്ക് വേണ്ടി ജീവിച്ചു അല്ലേ, അങ്ങനെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല എന്ന് പറയില്ലേ? അത് തന്നെ. അതെനിക്ക് ഇപ്പൊ ഈ ഓണത്തോടു കൂടി ഒരു പാഠമായി ഞാൻ പഠിച്ചില്ലേ. ഇനി ആ പ്രതീക്ഷ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന്. അതാ നല്ലത്. സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം ജീവിക്കാൻ പഠിക്കുക കേട്ടോ. അതായിരിക്കും നല്ലത് അല്ലേ? അതാണെന്ന് എനിക്കും തോന്നി. അപ്പൊ ഈ ഓണത്തിന് ചേച്ചിയുടെ വക ഒരു സന്ദേശം. അത് എന്താണെന്നറിയോ? അവനവന് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കണ്ട. അവര് വെറും വിഡ്ഢികളാകും അല്ലേ? നല്ല സന്ദേശം. ഇതെല്ലാവരും കേട്ട് പഠിക്കട്ടെ.